ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമ്മളെ കൃപ തരുന്നല്ലോ. ദൈവത്തിന്റെ വലിയ ദാനത്തിനായി, ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്നാണല്ലോ തുടർച്ചയായി പഠിച്ചു വരുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എഫേസ്യ ലേഖനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഡോക്ട്രിൻസ് ആണെന്ന് പഠിച്ചു, ഉപദേശമാണ്. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. നമ്മള് 3-ാമത്തെ വാക്യം വരെയായിരുന്നല്ലോ, 4-ാമത്തെ വാക്യം വരെയായിരുന്നല്ലോ നാം പഠിച്ചത്. നമ്മള് ഇവിടെ കണ്ടത് 3-ാമത്തെ വാക്യത്തില് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ നിറച്ചിരിക്കുന്നു, ക്രിസ്തുവിൽ നിറച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആത്മീയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നാം പഠിച്ചു. അതിലെ കുറച്ച് കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നു. നമ്മൾ പറഞ്ഞു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താണെന്നാ പറഞ്ഞു, അനുഗ്രഹത്താൽ എന്നാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ഉറവിടം ദൈവമാണെന്ന് പഠിച്ചു. അതിന്റെ ബെനിഫിഷ്യറീസ് നമ്മൾ എല്ലാവരുമാണ്. അത് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാണ്, അത് ഭൗമികമായ അനുഗ്രഹങ്ങളല്ല, അത് സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ്. അത് നമുക്ക് ലഭിക്കുന്ന സ്വർഗത്തിൽ നിന്നാണ്, നമുക്ക് ക്രിസ്തുവിൽ കൂടെയാണ്. നമ്മുടെ രക്ഷ മുതൽ തേജസ്കരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ് എന്ന് നാം പഠിച്ചു. നമ്മള് 4-ാമത്തെ വാക്യം പഠിച്ചത് ദൈവിക തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്, ഡിവൈൻ ഇലക്ഷൻ, തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ നമ്മുടെ രക്ഷയുടെ ഈ ഭാഗത്തിൽ പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിൽ നമ്മള് തൃത്വത്തിൽ 3 ആളത്വങ്ങളും രക്ഷയിലുള്ള പങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ പങ്ക്, 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പുത്രനായ ദൈവത്തെയും, അതുപോലെ തന്നെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെയും സ്ട്രെസ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. 4-ാമത്തെ വാക്യം തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദൈവം നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്ന് നാം പഠിച്ചു. എന്തിനായിട്ടാണ് നമ്മെ തിരഞ്ഞെടുത്തത്? നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള പരമാധികാരത്തിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ദൈവം താൻ മുൻ നിയമിച്ചതാണ്, മുന്നറിഞ്ഞതാണ് നമ്മെ തിരഞ്ഞെടുത്തത് എന്നൊക്കെ നാം പറഞ്ഞു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിലുള്ളതാണെങ്കിലും മനുഷ്യന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾ പഠിച്ചു. ദൈവം എല്ലാവരെയും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് നാം പഠിച്ചു. പക്ഷെ ആരെയും നാശത്തിനായി തിരഞ്ഞെടുക്കുന്നില്ല എന്ന് നാം പഠിച്ചു. ആരെങ്കിലും നാശത്തിന് പോയിട്ടുണ്ട് എങ്കിൽ അത് അവരത് റിജക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്, ദൈവം തിരഞ്ഞെടുക്കാഞ്ഞിട്ട് അല്ല എന്ന് നാം പഠിച്ചു. ഒരു സ്റ്റോറിയും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ആ ദൈവവചനം കേട്ടിട്ട് അത് വിശ്വസിച്ച് അത് അംഗീകരിച്ചവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ദൈവവചനം കേട്ടിട്ടും അത് അംഗീകരിക്കാതെ പോയവരാണ് തിരസ്കരിക്കപ്പെട്ടത്. അത് ദൈവത്തിന്റെ പ്രശ്നമല്ല, അത് മനുഷ്യന്റെ പ്രശ്നമാണ്. നാം തിരസ്കരിച്ചത് കൊണ്ടാണ് നാശത്തിലേക്ക് പോകാനായിട്ട് ഇടയായത്. ദൈവം എല്ലാവരെയും തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരെ തിരഞ്ഞെടുത്തു, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പക്ഷേ നാശത്തിലേക്ക് പോകുന്നവർ അത് അവരുടെ ചോയ്സ് നമ്മുടെ ഉണ്ട്. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പം ദൈവത്തിന്റെ കൃപയാലാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമുക്ക് പറയുന്നു. കാരണം നാം ദൈവത്തിന് ചെയ്യുന്നതിന് മുമ്പേ, നാം എന്തെങ്കിലും ആകുന്നതിന് മുമ്പേ ആണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. 5-ാം വാക്യം നമ്മളൊന്ന് തുടങ്ങി വെച്ചായിരുന്നു. പ്രീ ഡെസ്റ്റിനേഷനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ മുൻ നിയമനം എന്ന് പറയുന്നത് ദൈവം അത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് എങ്കിൽ തന്നെയും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ദൈവം മുൻ നിയമിച്ചു എന്ന് നമ്മൾ കണ്ടു. തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ദൈവം പ്രീ ഡിസ്റ്റൈൻ ചെയ്തു, മുൻ നിയമിച്ചു. രക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും
പുത്രന്മാരായി ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ദത്തെടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. ഹ്യൂമൻ പേരൻസ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് പോലെ തന്നെയാണ് ദൈവഭവനത്തിലേക്ക് നമ്മെ ദത്തെടുക്കുന്നത് എങ്കിലും ദൈവഭവനത്തിലേക്ക് നാം ദത്തെടുക്കപ്പെടുന്നത് പുത്രന്മാരായിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഹ്യൂമൻ പേരൻസ് അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം ആ കുഞ്ഞിന് കൊടുക്കുമെങ്കിലും അവരുടെ ജെനുവിനായിട്ടുള്ള കുറെ ജീനിന്റെ ഭാഗമായി വരുന്ന ആ ജനറ്റിക്കൽ ട്രേറ്റ്സ് ഒന്നും കുഞ്ഞുങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ദൈവഭവനത്തിലേക്ക് ദത്തെടുക്കുന്ന ആളെ അവിടെ ദൈവഭവനത്തിലേക്ക് ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പം ജനിപ്പിച്ചിട്ടാണ് ദത്തെടുക്കുന്നത്. അപ്പം പുത്രന്മാരായി ദൈവഭവനത്തിലേക്ക് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്, വീണ്ടും ജനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും ജനിക്കുന്ന ഒരാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ആ ദൈവികമായ ഗുണങ്ങൾ നമ്മൾ രൂപപ്പെടുവാനായിട്ട് കാരണമായി തീരും. അപ്പം സാധാരണ ഒരു പേരൻസ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ അവരുടെ ജനറ്റിക്കലായിട്ടുള്ള ഒരു ട്രേറ്റ്സും അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ദൈവഭവനത്തിലേക്ക് നമ്മെ ദത്തെടുക്കുമ്പോൾ, അല്ലെ നമ്മെ പുത്രന്മാരാക്കി തീർക്കുമ്പോൾ ആദ്യം നമ്മെ വീണ്ടും ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ജനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്, ദൈവത്തിന്റെ വചനത്തിനാലാണ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മെ ക്രിസ്തുവിന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുന്നു. ആത്മാവിന്റെ ഫലമൊക്കെ നമ്മൾ നിവർത്തിയാകും, അല്ലെങ്കിൽ നമ്മൾ രൂപപ്പെടുവാൻ ഇടയായിരുന്നു. അതൊക്കെ ദൈവത്തിന്റെ ട്രേറ്റ്സ് ആണ്, ജനറ്റിക്കൽ ട്രേറ്റ്സ് ആണ്. അതൊക്കെ നമ്മൾ രൂപപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നു. നമുക്ക് ഭൗതികമായ പേരൻസിന് ചില കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കാമെന്നല്ലാതെ അവരുടേതായ സ്വാഭാവികമായ ഒരു ഗുണങ്ങളും ആ കുഞ്ഞുങ്ങളിൽ കാണുന്നില്ല എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പം പുത്രന്മാരായി നമ്മെ തിരഞ്ഞെടുക്കുന്നത് കുഞ്ഞുങ്ങളായിട്ടല്ല, ദൈവഭവനത്തിൽ നമ്മെ ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളായിട്ടല്ല, പുത്രന്മാരായിട്ടാണ്. എന്ന് വെച്ചാൽ പക്വതയുള്ള ഒരാളായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അത് നമ്മൾ വാക്യങ്ങളും വായിച്ചതായിരുന്നു. നമുക്ക് ഗലാത്യ ലേഖനത്തില് 4:4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലും വായിച്ചതായിരുന്നു, എങ്കിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയ്ക്കു വാങ്ങി, രക്തത്താൽ നമ്മെ വിലയ്ക്കു വാങ്ങി നമുക്ക് പുത്രന്മാരാക്കി തീർത്തു. വായിക്കാം 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. ദൈവത്തിന്റെ സമയമായപ്പോൾ അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്കു വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ തന്നെ ദാസനല്ല പുത്രൻ അത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അങ്ങനെ പറയാൻ കാരണം നമ്മൾ അബ്രഹാമിനെ കുറിച്ചൊക്കെ 4-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇസഹാക്ക് ഇസ്മായേൽ പറഞ്ഞു. ഇസഹാക്ക് വാക്തപ്രകാരമുള്ള സന്തതി ആയതുകൊണ്ട് അബ്രഹാമിന്റെ എല്ലാ അവകാശങ്ങളും ഇസഹാക്കിന് കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ 5-ാം അധ്യായം 4-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ കാണുന്നത് അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം രക്ഷകന്മാർക്കും ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ശിശുപാലകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രയെന്ന് നാം അവിടെ പൗലോസ് പറയുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ആ ശിശുവായിരിക്കുന്ന പിതാവ് നിശ്ചയിച്ച ഒരു അവധിയുണ്ട്. എന്ന് വെച്ചാൽ തന്റെ അധികാരം ട്രാൻസ്ഫർ ചെയ്യുന്ന ആ കാലം, ആ പക്വതയാകുന്നത് വരെ യജമാനന്മാർക്കും രക്ഷകന്മാർക്കും ശിശുപാലകന്മാർക്കും ആ കീഴ്പ്പെട്ടിരിക്കും. പക്ഷെ ദൈവഭവനത്തിലേക്ക് ഒരാളെ ദത്തെടുക്കുമ്പോൾ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ പുത്രന്മാരായിട്ടാണ്, പക്വതയുള്ളവരായിട്ടാണ് ദത്തെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ ദത്തെടുക്കുമ്പോൾ നാം ദൈവത്തിന്റെ ഭവനത്തിലായി കഴിയുമ്പോൾ നമ്മൾ പക്വതയുള്ളവരായിരിക്കണം. കുഞ്ഞുങ്ങളെ പോലെ വിറുതി കാട്ടി നടക്കുന്നവരായിരിക്കരുത്. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി നമുക്ക്
ഇന്ന് മുന്നറിവിന്റെ ബാക്കി കാര്യങ്ങളാണല്ലോ നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. മുന്നറിവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ നിത്യതയിലെ പദ്ധതി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 6ന്റെ അവസാന വാക്യങ്ങളിലെ 6ാമത്തെ ഞാൻ വായിച്ചു വിടാൻ ആ വാക്യങ്ങളെ വായിക്കാം. 4ാമത്തെ വാക്യം വായിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അപ്പം അവിടെ ദൈവം നമ്മെ മുൻ നിയമിച്ചത് ദൈവത്തിന്റെ പരമാധികാരത്തിലും ദൈവത്തിന്റെ സ്നേഹത്തിലുമാണ്. 6ന്റെ അവസാനം നാം കാണുന്നു, ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം നമ്മെ മുൻ നിയമിച്ചു. സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവം തന്റെ ആദ്യകാല നിത്യതയിൽ മുൻ നിയമിച്ചത് ഇക്കാലത്ത് നിവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാം. രക്ഷയ്ക്കായി, മുമ്പ് പറഞ്ഞതുപോലെ രക്ഷയ്ക്കായി മുൻ നിയമിച്ചു, നിത്യനാശത്തിനായി ആരെയും മുൻ നിയമിച്ചിട്ടില്ല. അപ്പൊ ആരെയും നിത്യനാശത്തിനോ നിത്യശിക്ഷാവിധിക്കായോ ദൈവം മുൻ നിയമിച്ചില്ല. അത് ചോയ്സ് അവരുടേതാണ്. ഇനി റോമാലേഖനം 8-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. ശ്രദ്ധിച്ച് ഓരോ വാക്കും ശ്രദ്ധിക്കണം. 8ന്റെ 29 നമുക്ക് അറിയാവുന്നതാണ് എങ്കിൽ തന്നെയും ശ്രദ്ധിക്കുക. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പം നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കാത്ത ഒരു പദം അവിടെ കാണുന്നുണ്ട്. എന്തുവാ ആ പദം കാണുന്നത്? വായിച്ചിട്ട് ശ്രദ്ധിച്ചായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു ഓരോ വാക്യവും ശ്രദ്ധിക്കണമെന്ന്. അപ്പം അവിടെ മുന്നറിഞ്ഞവരെ എന്ന് കാണുന്നു. അത് നമുക്ക് ഇവിടെ എഫേസ്യ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. മുന്നറിഞ്ഞവരെയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. മുന്നറിവും മുൻ നിയമവും ഒക്കെ നിയമനവും ഒക്കെ. എങ്കിലും ഇവിടെ മുൻ നിയമിച്ചു എന്ന് പറയുന്നെങ്കിലും അവിടെ നമ്മൾ കാണുന്നുണ്ട്, റോമാലേഖനത്തിൽ കാണുന്നു, മുന്നറിഞ്ഞവരെയാണ് മുൻ നിയമിച്ചത്. എന്തിനു വേണ്ടിയാണ് മുൻ നിയമിച്ചവരെ? അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് മുൻ നിയമിച്ചു. മുന്നറിവ് അല്ലെങ്കിൽ ഫോർ നോളജ് എന്ന പദം ദൈവം മുൻ നിയമിക്കുന്നതിന് മുമ്പേ അറിഞ്ഞിരുന്നു. അപ്പം നാം ഈ ലോകത്തിൽ തിരഞ്ഞെടുപ്പുണ്ട്. എല്ലാ ജോലിയിലേക്ക് ചിലരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ബാഹ്യമായ അന്നേരം കാണുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ അങ്ങനെയൊക്കെ അല്ലേ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതോ മുൻ നിയമിച്ചതോ മുന്നറിഞ്ഞതോ നാം ജനിച്ചതിന് ശേഷമല്ല, അതിനു മുമ്പേ സർവജ്ഞാനിയായ ദൈവം ആദിയിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും അറിയുന്ന ആ വാക്യം കാണാതെ പഠിച്ചു വെക്കണം. ആദിയിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും അറിയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ നോളജും ഉണ്ടായിരുന്ന ദൈവം, സർവജ്ഞാനിയായ ദൈവം ആദ്യകാല നിത്യതയിൽ താൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അത് അന്ത്യകാല നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ആദ്യകാല നിത്യത താൻ ചെയ്ത കാര്യങ്ങൾ അക്കാലത്തിലേക്ക് ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ നാം ജീവിച്ചിരുന്ന കാലത്തേക്ക് നോക്കിയപ്പോൾ, ഓരോ സമയത്താണല്ലോ ഓരോരുത്തരെ വിളിച്ചത്. അപ്പം നമ്മെ ഓരോരുത്തരെയും ദൈവം ആദിയിൽ തന്നെ, നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടു. നമ്മൾ നാളത്തെ കാര്യം പോലും നമുക്കറിയില്ല. പക്ഷെ
സർവജ്ഞാനിയായ ദൈവത്തിന് ആദ്യകാല നിത്യകൾ തന്നെ അന്ത്യകാല നിത്യത വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ ഈ കാലത്തിലേക്ക് നോക്കി നാം ഓരോരുത്തരെയും കണ്ടപ്പോൾ നമ്മെ മുന്നറിഞ്ഞു. അതാണ് അറിവെന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ കണ്ടതിന് ശേഷമാണ് അവരെ അറിയുന്നത്, അല്ലെ കേട്ടതിന് ശേഷം അറിയുമായിരിക്കും. ദൈവം നാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മെ മുന്നറിഞ്ഞു, നാം ആരാണെന്നറിഞ്ഞു, നാം ആരായിരിക്കുമെന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം നമ്മെ അറിഞ്ഞതിന് ശേഷം നമ്മെ മുൻനിയമിച്ചു. അപ്പം മുന്നറിവ് മുൻ നിയമനത്തിന് മുമ്പുള്ളതാണ്. അതിവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് മുൻ നിയമിച്ചു. അപ്പം നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ അറിയില്ല, പക്ഷെ എല്ലാത്തിന്റെയും ഡെസ്റ്റിനി അറിയാവുന്ന ഒരു ദൈവം നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ മുന്നറിഞ്ഞവരെ പ്രീഡിസ്റ്റൈൻ ചെയ്തു. ഫോർ നോളജിനാൽ നമ്മെ പ്രീഡിസ്റ്റൈൻ ചെയ്തു. അപ്പം എന്നിട്ട് ഒരു പുത്രന്റെ സകല പദവിയോടും ചുമതലയോടും കൂടെ നമ്മെ ദൈവഭവനത്തിൽ ആക്കി വെച്ചു. റോമാലേഖനം 8:15 വായിക്കാം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ. അപ്പം പുത്രനാക്കി നമ്മെ തിരഞ്ഞെടുത്തു. എന്നിട്ട് നമ്മെ പരിശുദ്ധാത്മാവിനായി അച്ചാരമായി തന്നെ താൻ നമ്മുടെ അവകാശം സ്ഥാപിച്ചു, അല്ലെ? പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ പിതാവേ എന്ന് വിളിപ്പാൻ നമ്മെ പ്രാപ്തരാക്കി. മുമ്പ് നാം ദൈവത്തെ അറിയാതിരുന്നപ്പോൾ സകല സൃഷ്ടികളും ദൈവമെന്ന് വിളിക്കുന്നതുകൊണ്ട് ദൈവമെന്ന് വിളിച്ചിരുന്ന നമ്മൾ പുത്രത്തിന്റെ അവകാശത്തിലേക്കായി തീർന്നപ്പോൾ നാം ദൈവത്തെ പിതാവേ എന്ന് വിളിപ്പാൻ നമ്മെ പ്രാപ്തരാക്കി. നാം പുത്രൻ എന്ന ആ പദവിയിലേക്ക് ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ മുൻനിയമിച്ചു, മുൻനിയമിക്കുന്നതിന് മുമ്പേ മുൻനിയമിച്ചവരെ ദൈവം മുന്നറിഞ്ഞു. ഓക്കെ, ഇനി പുത്രന്മാരായി നമ്മെ ദത്തെടുക്കുന്നത് ആര് മൂലമാണ്? ക്രിസ്തു മൂലമാണ് നമ്മെ ദത്തെടുക്കുന്നത്. എന്തുകൊണ്ടാണ് നാം പാപത്തിലായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് നമ്മെ ദത്തെടുക്കാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ പാപങ്ങൾ മോചിച്ചു തന്നതിന് ശേഷം മാത്രമേ നമ്മെ ദത്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു പാപിയെയും ദൈവഭവനത്തിലേക്കാക്കി തീർക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മെ പുത്രന്മാരാക്കിയതിന് ശേഷമാണ് നമ്മെ ദൈവഭവനത്തിലേക്ക് നമ്മെ അംഗീകരിച്ചത് അല്ലെങ്കിൽ ആക്കിയ. അപ്പം തന്റെ സ്നേഹത്താലാണ് ദൈവം നമ്മെ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ തന്റെ സ്നേഹത്താൽ നമ്മെ ദത്തെടുത്തു എന്ന് നാം പഠിക്കുന്നു. അപ്പം അത് യേശുക്രിസ്തു മൂലമാണ്. നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് നമ്മളെ പാപങ്ങൾ മോചിച്ചു തന്നതിന് ശേഷം, ക്രിസ്തുവിന്റെ നീതി നമ്മളുടെ മേൽ കണക്കിട്ടതിന് ശേഷം നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് നമ്മെ പുത്രന്മാരാക്കി തീർത്തെ. ഒരു പാപിയും ദൈവഭവനത്തിൽ പുത്രന്മാരാകുന്നില്ല. വീണ്ടും ജനിക്കപ്പെട്ടവരാണ് ദൈവരാജ്യത്തിൽ പുത്രന്മാരായി തീരുന്നത്. അത് നീതിമാനായ ദൈവം നമുക്ക് നൽകിയ വലിയൊരു ഭാഗ്യമാണ്, ദൈവത്തിന്റെ വലിയൊരു ദാനമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമാണ് നമ്മെ പുത്രന്മാരാക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർത്തത്. റോമാലേഖനം നമ്മളിപ്പോ വായിച്ചത്. അവൻ മുന്നറിഞ്ഞവരെ, ഒന്നുകൂടെ വായിക്കാം. തന്റെ ഒന്നുകൂടെ ശ്രദ്ധിക്കണ ആ വാക്യം. നമ്മൾ ഇവിടെ വിട്ടുപോയ ഒരു കാര്യം അവിടെ ഉണ്ട്, വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തിരസ്കരിച്ചു. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു വാക്യമുണ്ടല്ലോ, ഒരു വാക്കുണ്ടല്ലോ, അത് അവിടെ വിട്ടിട്ടുണ്ടല്ലോ. എന്തുവാ അവിടെ വിട്ടേക്കുന്നേ? വിശുദ്ധീകരിച്ചു. അപ്പൊ അതെവിടെയാ നാം കാണുന്നത്? റോമാലേഖനം 6:22. റോമാലേഖനം 6:22.
എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പം മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അവരെ തേജസ്കരിക്കും. അപ്പം തെരഞ്ഞെടുത്തു, വിളിച്ചു, നീതീകരിച്ചു, വിശുദ്ധീകരിക്കുന്നു, തേജസ്കരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയെല്ലാം ദൈവം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരമാണ് ചെയ്യുന്നത്. തന്റെ ഇഷ്ടത്താലാണ് ദൈവം അത് ചെയ്യുന്നത്. അപ്പൊ അത് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. ലളിതമായ ഒരു ആൻസർ, ദൈവത്തിന്റെ ഇഷ്ടത്താൽ. പറഞ്ഞ അതിന്റെ നമുക്ക് ഒരു കാര്യങ്ങളും അറിയത്തില്ല. എങ്ങനെയാ ദൈവം ധരിച്ച എന്താണ് കർത്താവിന്റെ ആ പരിപാലിയുടെ ലക്ഷ്യം നമുക്കറിയാമെങ്കിലും അതിന്റെ ക്രൈറ്റീരിയ ഒന്നും നമുക്ക് അറിയത്തില്ല. ഒന്ന് മാത്രം അറിയാം, തന്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തു. ആ ഇഷ്ടത്തിൽ ദൈവത്തിന്റെ പുത്രിമാരാകുവാൻ ദൈവം നമുക്കും ഭാഗ്യം തന്നു. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തന്റെ ഏകജാതനായ പുത്രന്റെ ആ സാദൃശ്യത്തിലുള്ള ഒരു പുത്ര സമൂഹത്തെ കാണുവാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ദൈവം നമ്മെ ദത്തെടുത്തു എന്ന് നമുക്ക് പറയാം. ബാക്കി ഒന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാമായിരിക്കും. എന്തായാലും ദൈവം തന്റെ ഹിതത്താലും തന്റെ ഇഷ്ടത്താലും ചെയ്തു. ആ വിലയേറിയ സന്തോഷത്തിന് നമ്മളെയും പങ്കാളികളാക്കി തീർത്തു. അപ്പം നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് മുന്നറിവും മുൻനിയമനം എന്നുള്ളത്. ആ തെരഞ്ഞെടുത്തവരെ ദൈവം വിളിച്ചവരെ നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അവസാന പ്രോസസ്സാണ് തേജസ്കരണം എന്നുള്ളത്. ഇനി നമുക്ക് 5ഉം 6ഉം ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 6ാമത്തെ വാക്യം ഞാനൊന്ന് പകുതിയാണല്ലോ വായിക്കാം. കാരണം 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ ഒരു ശ്വാസം എടുക്കാതെ അങ്ങനെ പറഞ്ഞു പോകുന്നതല്ലേ. കുത്തും കൊമ്പയൊന്നും അധികം ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് 6ാമത്തെ വാക്യം പകുതിയാണെങ്കിലും ഒന്ന് വായിക്കാം. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. അപ്പോൾ താൻ പ്രിയനായവനിൽ ക്രിസ്തുവിൽ നമുക്ക് സൗജന്യമായി നൽകിയ, നാം ഒന്നും കൊടുത്തിട്ടല്ല, നാം ആയിരുന്നിട്ടുമല്ല, തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. എന്ത് കാര്യങ്ങളാ ഇതിനകത്തുള്ളത് അല്ലേ? പ്രിയനായവരിലാണ് നമ്മെ മുൻനിയമിച്ചത്. അത് നമുക്ക് സൗജന്യമായി നൽകിയതാണ്. അത് തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായാണ്. അത് ദൈവത്തിന്റെ സ്നേഹത്താലാണ്. അങ്ങനെയാണ് ദൈവം നമ്മെ മുൻനിയമിച്ചത്. ഇനി കൃപാമഹത്വം വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഞാനൊന്ന് വായിക്കാം. അവിടുന്ന് ഇപ്രകാരം ദൈവം ഇപ്രകാരം ചെയ്ത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അത് നമ്മളാരും പ്രശംസിക്കാനൊന്നും വേണ്ടിയല്ല, ദൈവം തന്റെ പുകഴ്ചയ്ക്കും മഹത്വത്തിനും വേണ്ടിയാണ് നമ്മെ മുൻനിയമിച്ചത്. ഇംഗ്ലീഷ് പറയുന്നത് ടു ദ പ്രൈസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ്. ഓക്കെ, അപ്പം നമ്മള് ദൈവത്തിന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായാണ് ദൈവം നമ്മെ മുൻനിയമിച്ച്. അത് ദൈവത്തിന്റെ സ്നേഹത്താലാണ്. അപ്പൊ നമ്മോടുള്ള ദൈവത്തിന്റെ സകല ഇടപെടലിന്റെ വിഷയവും അതിന്റെ ഫലവുമെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനാണ് അല്ലെ. നമ്മുടെ തെരഞ്ഞെടുപ്പും നമ്മുടെ മുൻനിയമനവും മുന്നറിവും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിലാണ്. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവത്തിന്റെ മഹത്വത്തിനാക്കി തീർക്കണം. അപ്പൊ ഈ വിധമായ അനുഗ്രഹങ്ങൾക്കെല്ലാം ദൈവം നമ്മളെയും കൂടെ പങ്കാളികളാക്കി തീർത്തത് കൊണ്ട് നാം ആലോചിച്ച് നോക്കിയേ, നാം എത്രത്തോളം ദൈവത്തോട് കടപ്പെട്ടവരായിരിക്കണം എന്നുള്ളത് അല്ലെ. നമ്മൾ ടേക്ക് ഇറ്റ് ആസ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മെ ദൈവം സൗജന്യമായാണ് അംഗീകരിച്ചത്. നാം ഒന്നും ചെയ്തിട്ടല്ല ദൈവം നമ്മെ അനുഗ്രഹിച്ചത് അല്ലെ, നമ്മെ തിരഞ്ഞെടുത്തത്, നമ്മെ മക്കളാക്കി തീർത്തത്. കാരണം ആരും ദൈവസനിൽ ഒന്നിനും യോഗ്യതയുള്ളവരായിരുന്നില്ല. എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത തെരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. എങ്കിലും ദൈവത്തിന് കുറച്ചു പേരെ തിരഞ്ഞെടുക്കുവാൻ
കൃപ തോന്നി ആ ഭാഗമാക്കി നമ്മെയും അതിന്റെ ഭാഗമാക്കി നമ്മെയും തീർത്തതിന് ദൈവത്തിന് നന്ദിയല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ട് കഴിയില്ല. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് റബേക്കയുടെ റബേക്കയുടെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റോമാലേഖനം 9:10. എങ്കിലും അതിലും നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. റോമാലേഖനം 9:10 മുതലുള്ള വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞു വിട്ടതാണ്, എങ്കിലും വായിച്ചില്ല, വായിക്കാം. ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് നോക്കണം. അത്രയുമല്ല, റബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ എന്ന് വരേണ്ടതിനെ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളിച്ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം കുഞ്ഞുങ്ങൾ ജനിച്ചില്ല, അതിനു മുമ്പ് തന്നെ ദൈവം മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. കാരണം കുഞ്ഞുങ്ങൾ തമ്മിൽ അവിടെ വഴക്കുണ്ടായപ്പോഴാണല്ലോ, ഉന്തം തള്ളലും ഉണ്ടായപ്പോഴാണ് ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പോയതല്ലേ. അപ്പം പറഞ്ഞു, ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആയാൽ 14-ാമത്തെ വാക്യം പറഞ്ഞ, ആകയാൽ നാം എന്തു പറയണ്ട? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടാവും? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നിയണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നിയണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നു. ദൈവത്തിന് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു, കനിവ് തോന്നണം എന്നുള്ളവനോട് കരുണ ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനുമാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്, അല്ലെ? അപ്പം അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്ലാനാണ്. അതിന്റെ ക്രൈറ്റീരിയസ് ഒന്നും അറിയത്തില്ല. എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ദൈവം നമ്മെയും തിരഞ്ഞെടുത്തു. ഓക്കെ, അപ്പൊ ആ നമുക്ക് ഒന്ന് മാത്രം പറയാം, സകലം അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു. അത് നമ്മളുടെ ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ പുറമേ ഉള്ളതും എല്ലാം നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ് നോക്കുന്നത്. ഒന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, നാം പാപിയാണ് എന്ന് നാം സമ്മതിക്കുന്ന സമയത്ത് ദൈവം നമ്മെ വിളിച്ചു കഴിഞ്ഞിട്ട് ദൈവം നമ്മെ അക്സെപ്റ്റ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, അപ്പം അവിടെ നമ്മൾ വായിച്ചു, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാധനപ്രകാരം എന്ന് വായിച്ചു. അപ്പം എന്താണ് പ്രിയനാകുവാൻ കാരണം? അവൻ പ്രിയനായവനിൽ, ക്രിസ്തു എന്താ പ്രിയനായ? പിതാവിനെ സകലത്തിലും അനുസരിച്ച പുത്രൻ, അല്ലേ? പ്രിയനായവൻ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. താൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന പുത്രൻ. ഫിലിപ്പിയർ 2:6-7-8. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന പ്രിയനായ പുത്രൻ. ഓക്കെ, അനുസരണമുള്ളവനായിരുന്നു. ആ പ്രിയനായ പുത്രനിൽ നമുക്ക് സൗജന്യമായി ലഭിച്ച രക്ഷയാൽ ദൈവം നമ്മെയും പ്രിയരായി തീർത്തു. അപ്പം പ്രിയനായ പുത്രനാൽ നമുക്ക് സൗജന്യമായി തീർത്ത രക്ഷയാൽ നമ്മെയും പ്രിയന്മാരാക്കി തീർത്തു. ഞാൻ മുമ്പേ പറഞ്ഞു, നാം രക്ഷയ്ക്ക് വേണ്ടി എത്രത്തോളം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. കാരണം നമുക്കൊന്നുമില്ലാതിരിക്കെ, നാം ആരുമാകാതിരിക്കെ ദൈവം തൻ്റെ മഹത്വത്തിനു വേണ്ടി മാത്രമാണ് നമ്മെ മുൻ നിയമിച്ചതും തിരഞ്ഞെടുത്തതും ഒക്കെയും. കൊലോസ്യ ലേഖനത്തിൽ 1:13 ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്, നാം എത്രത്തോളം നമ്മുടെ രക്ഷയെ പറ്റി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കൊലോസ്യർ 1:13 നമ്മെ ഇരുട്ടിന്റെ അധികാരത്തുനിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തു. നമ്മുടെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത ദൈവത്തിന് നാം എത്രത്തോളം സ്തോത്രം പറയണം. നാം മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരാണ്. നാം എത്രത്തോളം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന്
എന്നും നമ്മൾ എന്നും ഓരോ നിമിഷവും നമ്മുടെ ജീവൻ അവസാനിക്കുമ്പം വരെയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാണ്. മറ്റ് കാര്യങ്ങളൊക്കെ വിട്ടുകൾ, അതിനൊന്നും സ്തോത്രം ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, നാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞായിരുന്നു. എങ്കിലും നമ്മുടെ ആ തെരഞ്ഞെടുപ്പും മുൻ നിയമനവും മുൻനിർണയത്തിനും ഒക്കെ ഉള്ള ചെറിയൊരു ഇല്ലസ്ട്രേഷൻ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം വായിച്ച ഒരു സംഗതിയാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കപ്പല്, അതിനകത്ത് ഒരു ക്യാപ്റ്റൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് ബോർഡ് ചെയ്യുന്നവർക്ക് അവർക്ക് സൗജന്യമായ യാത്രയാണ്, അല്ലെ? സൗജന്യമായ യാത്രയാണ്. അവർക്ക് ഫീസ് ഒന്നും കൊടുക്കേണ്ട സൗജന്യമാണ് യാത്രയാണ്. പക്ഷേ ഈ യാത്രയിലൊക്കെ ബോർഡ് ചെയ്യുന്നവരൊക്കെ മുമ്പ് അതിന്റെ ക്യാപ്റ്റനെ അറിഞ്ഞിരിക്കണം. അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അതിൽ ബോർഡ് ചെയ്യുന്നവര് ആ ക്യാപ്റ്റനെ ട്രസ്റ്റ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള അവർക്ക് മാത്രം ആ കപ്പലിൽ യാത്ര ചെയ്യുവാനുള്ള അനുവാദമുണ്ട്. പക്ഷെ അതിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് ദൈവമാണ്. നമ്മുടെ ഡെസ്റ്റിനിയും തീരുമാനിക്കുന്നത് ദൈവമാണ്. നാം ആ ക്യാപ്റ്റനെ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആ പേഴ്സണലായിട്ട് നമ്മെ ക്യാപ്റ്റനെ അറിയുകയാണെങ്കിൽ, ആ ഷിപ്പിൽ ബോർഡ് ചെയ്യാനും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഡെസ്റ്റിനിയിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. കാരണം ഞാനിങ്ങനെ ഓരോ ഇല്ലസ്ട്രേഷൻ കാണുമ്പോൾ പറയുന്നതിന് കാരണം, നമ്മളിത് നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കണം. ഇത് നമ്മുടെ ഒരു കാര്യം കൊണ്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. നമ്മുടെ പ്രവൃത്തി ഒന്നുമല്ല. നമ്മൾ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്താണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഒന്നിനും യോഗ്യതയില്ലായിരുന്നു ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, അല്ലെ? ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകം എങ്ങനെയൊക്കെ തിരിഞ്ഞു പാതയിലൂടെ ഇപ്പൊ നടക്കുന്നത്, വെരി ക്രൂക്കഡ്, അല്ലെ? ആ ലോകത്തിൽ നിന്ന് കർത്താവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ ഓരോരുത്തരെയും. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവീക സമാധാനത്തിൽ നമ്മെ ആക്കി തീർത്ത്. ഈ ഇല്ലസ്ട്രേഷൻ വായിച്ചപ്പോൾ എനിക്ക് വേദപുസ്തകത്തിൽ നിന്നും ഒരു ഉദാഹരണം കാണുവാനായിട്ട് സാധിച്ചു. നമ്മൾ ബൈബിൾ വചനം പഠിക്കുന്നവരാണ്. നിങ്ങളുടെ മനസ്സിൽ വന്ന ഉദാഹരണം എന്താ? നോഹയുടെ ഉദാഹരണം, അല്ലേ? നോഹയോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ പെട്ടകം ഉണ്ടാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഏകദേശം 100 വർഷത്തോളം. അതിലധികമാണോന്ന് എനിക്കറിയില്ല. 100 വർഷത്തോളം നീതി പ്രസംഗിയായ നോഹയെന്നാ പറഞ്ഞ ആ പെട്ടകം ഉണ്ടാക്കുകയും പെട്ടകത്തിലേക്ക് ആൾക്കാർ കയറുവാനുമായി പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ദൈവത്തിന്റെ തേജസ്, നീതിയെക്കുറിച്ചും ദൈവത്തിന്റെ ശിക്ഷാവിധിയെക്കുറിച്ചും നോഹ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോൾ ജലപ്രളയം വരും, നിങ്ങളെല്ലാവരും അകത്ത് കയറിക്കോ 100 വർഷത്തോളം നോഹ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എന്തുവാ സംഭവിച്ചത്? എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ആ ലോകത്തിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും, ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ദൈവം നിശ്ചയിച്ചിരുന്ന ജന്തുക്കള് എല്ലാം അതിനകത്ത് കയറി, അല്ലെ? എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ മനുഷ്യരും അത് അറിഞ്ഞതാണ്. പക്ഷെ എത്ര പേര് അതിന് തെരഞ്ഞെടുത്തു? നോഹയും കുടുംബം മാത്രം, 8 പേർ മാത്രം. അത് ചിന്തിച്ചാൽ മതി. അതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. കാരണം ദൈവം അവരെ വിളിക്കാഞ്ഞിട്ടാണോ? 100 വർഷമാണ് നോഹ പ്രസംഗിച്ചത്. ആ 100 വർഷം, അന്നത്തെ ആൾക്കാർക്ക് 100 വർഷമൊന്നുമല്ല, 800ഉം 900ഉം വർഷമൊക്കെ ജീവിച്ചിരുന്നവർ അവരൊക്കെ, അല്ലേ? ഇവരെല്ലാവരും കേട്ടതാണ്. നോഹയുടെ സഹോദരങ്ങൾ കേട്ടതാണ്. നോഹയുടെ അപ്പനപ്പന്മാർ കേട്ടതാണ്, അല്ലെ? അവരെല്ലാവരും കേട്ടവരാണ്. പക്ഷെ എത്ര പേര് കേട്ടു? സഹോദരന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, അല്ലെ? എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അവിടെ? എത്ര പേര് പെട്ടകത്തിൽ കയറി? 8 പേർ മാത്രം. 8 പേർ രക്ഷപ്പെട്ടെന്ന പത്രോസിന്റെ ലേഖനത്തിൽ എഴുതി വെച്ചേക്കുന്നത്, അല്ലേ? അതാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം അവരെല്ലാവരും പട്ടുപോകാനായിട്ട് ബാക്കിയുള്ളവരെല്ലാം നശിച്ചു പോകാനായിട്ട് കാരണം എന്തുവാ? അവര് തിരസ്കരിച്ചത് കൊണ്ടാ. അവരതിനകത്ത് കയറുവാൻ അവര് ചൂസ് ചെയ്തില്ല. അവര് ചൂസ് ചെയ്യാത്തത് കൊണ്ട് അവർ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തന്നു. വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, ആ ഉദാഹരണം മാത്രം നോക്കിയാൽ മതി. അത് അവര് ചൂസ് ചെയ്താണ്. ദൈവം എല്ലാവരെയും വിളിച്ചതാ, എല്ലാവരെയും തെരഞ്ഞെടുത്തതാ. പക്ഷെ കർത്താവിന്റെ ഭാഗത്തേക്ക് വരുവാനല്ലേ നോഹെ വട്ടനെന്നാ പറഞ്ഞത്, അല്ലേ? ആ വട്ടനെന്ന് പറഞ്ഞ്, കാരണം വട്ടുകൊണ്ട് പറയുകയാണ്. കാരണം ഇതുവരെ മഴ പെയ്തിട്ടില്ല, അങ്ങനെ ഒരു സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നൊക്കെ പ്രസംഗിച്ച വട്ടൻ അല്ല എല്ലാം പറയും. പക്ഷെ ദൈവത്തിന്റെ കൃപയാല് നോഹയുടെ ഭാര്യയ്ക്കും മക്കൾക്കും മക്കളുടെ ഭാര്യമാർക്കും
നോഹയെ അത് പൊട്ടനും വട്ടനും ഒന്നും അല്ല, ദൈവത്തിന്റെ സത്യമാ പറയുന്നത് മനസ്സിലാക്കുവാനും ആ പെട്ടകത്തിൽ കയറുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം അല്ലേ. നമ്മളെയും ദൈവം ഇങ്ങനെയൊക്കെ വിളിച്ച് എത്ര കാലം നമ്മോട് സുവിശേഷം പറഞ്ഞ ദൈവം അല്ലേ. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ സമയത്ത് നമ്മളും ആ പെട്ടകത്തിൽ കയറുവാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം. എപ്പോഴാ പെട്ടകത്തിന്റെ വാതിലടയ്ക്കും നമുക്ക് അറിയില്ല. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം അത് എപ്പോഴാണെന്നും അറിയത്തില്ല. ദൈവം ഒരു സംഖ്യ വെച്ചിട്ടുണ്ട്. അത് 1 കോടിയാകാൻ 2 കോടിയായി എത്രയാവും നമുക്കൊന്നും അറിയത്തില്ല. ആ സംഖ്യ ചേരുമ്പോൾ ദൈവം പെട്ടകം അടയ്ക്കും, പെട്ടകത്തിന്റെ വാതിലടയ്ക്കും. അതുവരെ മാത്രമേ ഉള്ളൂ സമയം. ദൈവം ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, മകനെ മകളെ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ കൈവിടുകയില്ല. പക്ഷെ അത് കേൾക്കാൻ ആർക്കും സമയമില്ല. അത് കേൾവിയില്ല. ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി ചെവി തിരിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ ആശ മന്ദമായ സ്വരത്തിന് വേണ്ടി ചെവി തിരിക്കാൻ ആർക്കും അതിന് അവർക്ക് ആർക്കും ശ്രദ്ധ കൊടുക്കാൻ ഒക്കുന്നില്ല. കാരണം ലോകമായിട്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇമ്പങ്ങളിലേക്ക് പോവുകയാണ്. കാരണം ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ദൈവപ്രതിമയായ തേജസ്സുള്ള ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പരിജ്ഞാനം ശോഭിക്കാതിരിക്കേണ്ട ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്നു. ആ കുരുട്ടിൽ നിന്നും ദൈവം നമ്മെ ദൈവത്തിന്റെ കൃപയാൽ വിശ്വസിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പം ഇനി നമുക്ക് 7-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 7-ാമത്തെ വാക്യം, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അതിക്രമങ്ങളുടെ മോചനം, അതുപോലെ തന്നെ വീണ്ടെടുപ്പ്. ആ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്, അത് എങ്ങനെയാണ് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് സാധിച്ചത്? അത് അവന്റെ രക്തത്താൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ. വീണ്ടെടുപ്പ് എന്ന പദം ഈ ലേഖനത്തില് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 1:7-ലും 1:14-ലും അതുപോലെ തന്നെ 4:30-ലും റിഡംഷൻ. അപ്പം റിഡംഷൻ എന്ന് പറഞ്ഞാൽ redeemed or restored by the payment of a price. Restored or redeemed by the payment of a price. വില കൊടുത്ത് വാങ്ങുക. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെന്റ് കൊടുത്ത്, വില കൊടുത്ത് വാങ്ങുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം വില അതിന്റെ എന്താണ്? ക്രിസ്തുവിന്റെ രക്തമാണ് അതിന്റെ വില. അപ്പൊ നമ്മളുടെ വീണ്ടെടുപ്പിന്റെ വില ക്രിസ്തുവിന്റെ രക്തം. രക്തത്തിലാണല്ലോ ജീവൻ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവനാണ് അല്ലെങ്കിൽ രക്തമാണ് നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില എന്ന് പറയുന്നത്. തൻ്റെ ജീവൻ തന്നെ നമുക്ക് വേണ്ടി തന്ന്, അല്ലെ തൻ്റെ പുത്രന്റെ ജീവൻ തന്നെ നമുക്ക് വേണ്ടി തന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു. ദൈവത്തോട് കോപത്തിലായിരുന്ന മനുഷ്യനെ വീണ്ടെടുക്കാൻ പുത്രനെ തരേണ്ട വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പുത്രന്റെ ജീവനെ തന്നെ തരുവാൻ ദൈവത്തിന് കൃപ തോന്നി. അത് ദൈവത്തിന്റെ സ്നേഹത്തിലും പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഇഷ്ടത്താലുമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ രക്തത്താൽ അപ്പം നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചെടുക്കാൻ ഒരു വില കൊടുത്തേ പറ്റൂ. പക്ഷേ മനുഷ്യന്റെ ജീവനു വേണ്ടി വേറെ ഒന്നും വില കൊടുക്കാനായിട്ട് കഴിയുകയില്ല. ഈ പുത്രന്റെ രക്തം മാത്രമേ ഒക്കത്തുള്ളൂ. അത് ക്രിസ്തുവിന്റെ രക്തം അനിവാര്യമായി വന്നു. എന്തുകൊണ്ട്? കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നു, മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ വിലയേറിയതാണ്. സങ്കീർത്തനങ്ങൾ 49:7, 8, 9 വാക്യങ്ങൾ. സങ്കീർത്തനം 49:7, 8, 9 വാക്യങ്ങൾ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. അതൊരു നാളും സാധിക്കില്ല. പ്രാണന്റെ വീണ്ടെടുപ്പായത് കൊണ്ടാണ് അത് വിലയേറിയത്. മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അത് ഒരു നാളും സാധിക്കില്ല. പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിലെ ഒന്നിനും സാധ്യമാകയില്ല.
അതിനു വേണ്ടി പാപമില്ലാത്ത ഒരുവൻ നമുക്ക് വേണ്ടി മരിക്കേണ്ടി വന്നു. അതിനാൽ പാപമില്ലാത്ത ഒരുവനെ ഈ ലോകത്തിലേക്ക് ദൈവത്തിന് അയക്കേണ്ടതായി വന്നു. തന്റെ പുത്രനെ, പാപമില്ലാത്തവൻ, നിത്യത മുതൽ നിത്യത വരെ പാപം ഇല്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവനായ ഒരുവനെ, നാം ദൈവപുത്രനെ മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യപുത്രരായ നമ്മെ ദൈവപുത്രരാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവനായ ദൈവപുത്രനെ മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യപുത്രരായ നമ്മെ ദൈവപുത്രരാക്കി തീർക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. ആ പുത്രന്റെ രക്തത്താൽ, പാപമില്ലാത്ത പുത്രന്റെ രക്തത്താൽ പാപികളായ മനുഷ്യരുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി. പാപിയായ ഒരു മനുഷ്യന്റെയും രക്തത്താൽ പാപിയായ മനുഷ്യനെ വീണ്ടെടുപ്പാൻ സാധ്യമില്ലാത്തതിനാൽ ദൈവം പാപമില്ലാത്ത തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് സകല പാപികളുടെയും വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തു. റോമാലേഖനം 3:12, 12, 23, 24 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മുമ്പോട്ട് പോകാം. 3:12. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. 23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. 24. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കല വിശ്വാസത്താൽ ക്രിസ്തുവേശുവിങ്കല വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. 27, 25, 26 നമുക്ക് പിന്നെ വായിക്കാം. 27. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തിയാലാണോ? നോവേ, അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. പുത്രനുള്ള വിശ്വാസത്താൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ. അപ്പം പുത്രനാൽ ആണ് നീതീകരിക്കപ്പെടുന്നത്. ഈ ലോകത്തിലെ എല്ലാവരും ആദമിന്റെ പാപത്താൽ പാപികളായി തീർന്നു. അതുകൊണ്ട് ദൈവവുമായുള്ള ബന്ധം, ആ കമ്മ്യൂണിക്കേഷൻ മാറിപ്പോയി, അറ്റുപോയി. ആ കമ്മ്യൂണിക്കേഷൻ വീണ്ടെടുക്കുവാനായിട്ടാണ് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മളെ മക്കളാക്കി തീർത്തതിനു ശേഷം ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. ദൈവത്തോട് ബന്ധമില്ലാത്തവരെ ദൈവത്തോട് വീണ്ടും ബന്ധമുള്ളവരാക്കി തീർത്തു. അതാണ് പുത്രൻ കൊടുത്ത വില. തന്റെ ജീവനാൽ നമ്മെ വീണ്ടെടുത്തു. മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ വിലയേറിയത്. വേറൊരു മനുഷ്യന്റെ രക്തത്താലോ എന്ത് പ്രവൃത്തിയാലോ മനുഷ്യരെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കില്ല. പാപികളായി എല്ലാവരെയും രക്ഷിപ്പാൻ പാപമില്ലാത്ത പുത്രൻ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് പുത്രൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. നമ്മുടെ പാപം നമ്മെ വിടുവിച്ചു. പുത്രന്റെ നീതി നമ്മെ മേൽ കണക്കിട്ടു. നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പ്രായശ്ചിത്തം നൽകി. ദൈവത്തിന് പ്രായശ്ചിത്ത വില നൽകി. അത് ഞാൻ പറയാം. അടിമകളായിരുന്ന നമ്മെ ഒക്കെയും വീണ്ടെടുത്തു. അടിമകളായിരുന്ന, മരണത്തിന് അടിമകളായിരുന്ന, പിശാചിന് അടിമകളായിരുന്ന നമ്മെ ഒക്കെയും വീണ്ടെടുത്തു. എബ്രായലേഖനം 2:14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ടേ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടെയുള്ളവനായി മരണത്തിന്റെ അധികാരിയായ പിശാച്. കാരണം മക്കൾ ജഡരക്തങ്ങൾ, മനുഷ്യരായ നമ്മൾ, അവനും മനുഷ്യരെ പോലെയായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ദൈവം പുത്രൻ നമ്മെ
മരണഭീതിയിൽ നിന്നും വിടുവിച്ചു. ദൈവം പുത്രനെ അതിനു വേണ്ടി നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. ദൈവത്തിന് 2 കൊരിന്ത്യർ 5:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങള്. ദൈവത്തോടൊരിക്കലും സമാധാനമില്ലാതിരുന്നവരെ ദൈവത്തോട് സമാധാനത്തിലാക്കി. 5:18 അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഏതിനൊക്കെയും? നമ്മുടെ എല്ലാ രക്ഷയുടെ എല്ലാ കാര്യങ്ങൾക്കും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. പൗലോസും കൂടെയുള്ളവന് ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. 21 പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപം ആക്കി. പാപിയാക്കിയില്ല, പാപമാക്കി. ഓക്കെ. അപ്പൊ അത് സമാധാനമില്ലാതിരുന്നവരെ ദൈവത്തോട് നിരപ്പിച്ചു, അല്ലെ? പുത്രൻ മൂലം, അല്ലെങ്കിൽ പുത്രന്റെ രക്തത്താൽ നമ്മോട് ദൈവത്തോട് നിരപ്പിച്ചു. ലേവ്യ പുസ്തകം എടുക്കണ്ട, എബ്രായ ലേഖനം തന്നെ എടുത്തോ. ലേവ്യ പുസ്തകം 17:11 ഇങ്ങനെ പറയുന്നു: ന്യായപ്രമാണ പ്രകാരം വീണ്ടെടുപ്പിന്റെ വില രക്തമാണ് എന്ന് പറയുന്നു. പാപിയായ ഒരു മനുഷ്യന്റെ രക്തത്താൽ പാപിയായ മനുഷ്യനെ രക്ഷിക്കാനൊക്കില്ല. ആ വീണ്ടെടുപ്പിന്റെ വില രക്തമാണ് എന്ന് പറഞ്ഞ എബ്രായ ലേഖനം 9:22. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. 1 പത്രോസ് 1:18, 19, 20 വാക്യങ്ങൾ. 1 പത്രോസ് 1:18, 19, 20 വാക്യങ്ങൾ. നമുക്ക് വേണ്ടി മനുഷ്യനായി വെളിപ്പെട്ട പുത്രന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നമ്മുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോക സ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും. അന്ത്യകാലത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യകാലം കർത്താവിന്റെ മരണത്തോടെ തുടങ്ങുന്ന സമയമാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അന്ത്യകാലത്തിൽ വെളിപ്പെട്ടവനുമാകുന്നു കർത്താവ് ജീവിച്ചിരുന്ന കാലം. ആ ദൈവത്തിന്റെ കാലസമ്പൂർണതയിൽ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി മക്കളാക്കി തീർത്തു. ദൈവത്തിന്റെ സ്തോത്രം. റെവലേഷൻ 5:8-9, വെളിപ്പാട് പുസ്തകം 5:8-9. പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും, കുഞ്ഞാട് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കു വാങ്ങി. ആ വാക്യം ശ്രദ്ധിച്ചോ, ഒന്നുകൂടെ വായിക്കാം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആർക്കായിട്ടാണ് വിലയ്ക്ക് വാങ്ങിയത്? നമുക്കായിട്ടാണോ വിലയ്ക്ക് വാങ്ങിയത്? ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. ആ വീണ്ടെടുപ്പിന്റെ വില ആർക്കാണ് കൊടുത്തത്? ചിലര് പറയും സാത്താന് കൊടുത്തെന്ന് പറയും. അല്ല, ദൈവത്തിനാണ് വീണ്ടെടുപ്പ് വില കൊടുത്തത്. എന്തുകൊണ്ടാണ് ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ കാരണം മനുഷ്യൻ പാപം ചെയ്തത് ദൈവത്തോടാണ്, അല്ലേ? ആ ദൈവക്രോധത്തിന്റെ കലശം കുടിക്കേണ്ടിയിരുന്ന മനുഷ്യനെ
ദൈവസന്നിധിയിൽ പാപം ചെയ്ത മനുഷ്യനെ, ദൈവത്തിന്റെ നീതിക്ക് ഒരിക്കലും യോഗ്യമല്ലായിരുന്ന മനുഷ്യനെ, അവസാനത്തെ വിധി ശിക്ഷയായിരുന്നു, ശിക്ഷാവിധി നിത്യ നരകമായിരുന്നു അല്ലെ. ആ അതിന് മരണമായിരുന്നു അല്ലെ, നിത്യ മരണമായിരുന്നു ദൈവത്തോട് പാപം ചെയ്ത് അല്ലെ ദൈവക്രോധത്തിന് ഇടയായി തീർന്ന മനുഷ്യന്റെയൊക്കെ അവസാനം നിത്യമരണമായിരുന്നു. ആ മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാനായി ദൈവത്തിനാണ് വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ട, പിശാചിനല്ല വീണ്ടെടുപ്പ്. പലരും പറയുന്നുണ്ട് പിശാചിനാ വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ട. അല്ല, ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കണം. കാരണം ദൈവത്തോടായിരുന്നു മനുഷ്യന്റെ പാപം മുഴുവന്. ദൈവത്തിന്റെ ക്രോധം നമ്മൾ ദൈവത്തിന്റെ കോപത്തിന് ഫലമാകേണ്ടവരായിരുന്നു. അതുകൊണ്ട് പരിഹാരം ദൈവം തന്നെ തീരുമാനിച്ചു. എന്തുവാ? ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കണം, അതുപോലെ തന്നെ ദൈവത്തിന്റെ നീതി നടപ്പാക്കുകയും വേണം. ദൈവം അതിനുള്ള വിലയാണ് പുത്രന്റെ രക്തത്താൽ സാധിച്ചത്. ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കണം, ദൈവത്തിന്റെ സ്നേഹത്താൽ, അതുപോലെ തന്നെ ദൈവത്തിന്റെ നീതിയാൽ ദൈവം ശിക്ഷ നടപ്പാക്കുകയും ചെയ്യണം. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അയച്ചിട്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയെല്ലാം തന്റെ പുത്രന്റെ മേൽ ആക്കി വെച്ചു. പുത്രന്റെ നീതി നമ്മുടെ മേൽ പകർന്നു, നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. അപ്പം പുത്രനാണ്, പുത്ര രക്തം ആർക്കാണ് കൊടുത്ത? വീണ്ടെടുപ്പ് വിലയായി ദൈവത്തിന് കൊടുത്തു. അപ്പം ദൈവത്തിന്റെ ക്രോധത്തിലായിരുന്ന മനുഷ്യനെ ദൈവത്തിന് രക്ഷിപ്പാൻ പ്രസാദം തോന്നി. ദൈവത്തിന്റെ നീതിയാൽ പാപികളെ ഒരിക്കലും രക്ഷിപ്പാൻ കഴിയുകയില്ല, അതിനൊരു വീണ്ടെടുപ്പ് വില വേണം. അതുകൊണ്ട് ഒരു പാപിക്കും ഒരു പാപിയെ രക്ഷിപ്പാൻ കഴിയുകയില്ല, പാപിയല്ലാത്ത ഒരുവൻ വേണം. പുത്രനെ അതിനു വേണ്ടി ദൈവത്തിന് ശിക്ഷയും നടത്തണം, അതുപോലെ തന്നെ ദൈവത്തിന് രക്ഷിക്കണം, അതുപോലെ തന്നെ ദൈവത്തിന് ശിക്ഷയും നടത്തണം. അതുകൊണ്ട് ദൈവം ഒരു മാർഗം നിശ്ചയിച്ചു, തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് സർവ്വലോകത്തിന്റെ പാപത്തെയും ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സർവ്വലോകത്തിന്റെയും പാപം തന്റെ മകന്റെ മേലാക്കി വെച്ച് പാപമാക്കി തീർത്തു. പാപിയാക്കില്ല, പാപമാക്കി തീർത്തു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ താൻ വഹിച്ചു. ആ ശിക്ഷയെല്ലാം കാൽവരി ക്രൂശിൽ ഏറ്റെടുത്ത് തന്റെ രക്തം ദൈവത്തിന് വീണ്ടെടുപ്പിലായി കൊടുത്തു. പൊന്നിനോ നമ്മൾ വായിച്ചല്ലേ, പൊന്നിനോ വെള്ളിക്കോ മറ്റൊന്നിനും മനുഷ്യനെ വീണ്ടെടുപ്പാൻ കഴിയുന്നതല്ല, മനുഷ്യന്റേത് ക്രിസ്തുവിന്റെ രക്തത്താലാണ് വീണ്ടെടുക്കപ്പെടുന്നത്. അത് പൂർണ്ണമാണ്. അത് മനുഷ്യൻ ഉണ്ടായതിനു തുടങ്ങി ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള എല്ലാവരെയും വീണ്ടെടുപ്പാൻ അത് വിലയേറിയതാണ്. അതിനൊരിക്കലും വില നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അത് എപ്പോഴും വിലയേറിയതാണ്. ആ ഒരിക്കലായി ചൊരിഞ്ഞ രക്തത്തെ നിരന്തരമായി യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. പുത്രൻ ഒരിക്കലായി ചൊരിഞ്ഞ രക്തത്താൽ സകല മനുഷ്യന്റെയും സകല ലോകത്തിന്റെയും പാപത്തിന് പരിഹാരം, ഏകയാഗത്താൽ പാപത്തിന് പരിഹാരം ദൈവം വരുത്തി. ഗലാത്യർ 4:4-5. എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രം പ്രാപിക്കണം. വിലയ്ക്ക് വാങ്ങിയിട്ട് തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ദൈവത്തിന് വീണ്ടെടുപ്പ് വിലപ്പെടുത്തിട്ട് നമ്മെ പുത്രന്മാരാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നമ്മള് റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 5-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? പുത്രന്റെ വീണ്ടെടുപ്പിനാൽ, പുത്രന്റെ രക്തത്താൽ, പുത്രന്റെ മരണത്താൽ. വായിക്കാം, റോമാലേഖനം 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം, 3-ാം അവനല്ല എത്രമധികമായി കോപത്തിന് രക്ഷിക്കപ്പെടും. ദൈവത്തിന്റെ കോപത്തിൽ നമ്മെ രക്ഷിച്ചത് പുത്രന്റെ രക്തത്തിന്റെ വിലയാണ്. 10. ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം, അപ്പം നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നത് പുത്രന്റെ മരണത്താൽ അത്രയുമല്ല, ഇപ്പോൾ നമുക്ക് നിരപ്പ് ലഭിച്ചതിന് കാരണമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കും. മനുഷ്യൻ ഒന്നിലും പ്രശംസിപ്പാൻ കാരണമല്ല, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. ഓക്കെ, അപ്പം റോമാലേഖനം
3:25, 26 മുമ്പേ ഞാൻ 21, 25, 26 വായിച്ചു വിട്ടില്ല. നമുക്ക് 3-4 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ, അത് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പോഴോ 3:21 ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവെങ്കിലെ വിശ്വാസമുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. അപ്പം ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി, നമുക്കതിന് യാഗം കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പ്രവൃത്തി ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ഒരാൾ കഴിച്ചു കഴിഞ്ഞു, അത് പൂർത്തിയാക്കപ്പെട്ട പ്രവൃത്തിയാണ്. അതിൽ നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. 2-ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്, വിശ്വാസം പോലും ദൈവം നമ്മൾ ജനിപ്പിക്കുന്നതാണ്. ആ ജനിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുകയുള്ളൂ. 25, 26 വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിധിക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്ന നീതീകരിക്കുന്നതിനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. തന്റെ നീതിയെ പ്രദർശിപ്പിക്കണം. ദൈവത്തിന് മനുഷ്യരെ രക്ഷിക്കണം, അതുപോലെ തന്നെ മനുഷ്യനെ ശിക്ഷിക്കുകയും വേണം. തന്റെ നീതിയാൽ നമ്മുടെ ആ പാപത്തിന്റെ ശിക്ഷ പുത്രന്റെ മേൽ വരുത്തി, അങ്ങനെ പുത്രനെ പരസ്യ കോലമാക്കി നിർത്തി, നമ്മളുടെ ആ മുൻകഴിഞ്ഞ പാപങ്ങളെ ഒന്നും ദൈവം ഓർക്കാതെ തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശു വിശ്വസിക്കുന്നവരെ നീതിമാനും ആക്കേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. അത് തന്റെ നീതി വെളിപ്പെടുത്തിയത് കാൽവറി ക്രൂശിലാണ്, തന്റെ പുത്രന്റെ മരണത്താലാണ്. റോമർ 10:4-12 വരെയുള്ള വാക്യങ്ങൾ. ദൈവം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ തക്കോണം തന്റെ പുത്രനെ യാഗമാക്കി തീർക്കുന്നു. 10:4 വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. വിശ്വസിക്കുന്ന ഏവർക്കും. 10:5 ന്യായപ്രമാണത്താലുള്ള നീതിയോ അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതി എവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ചാൽ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ കയറ്റണമെന്ന് വിചാരിച്ചാൽ പാതാളത്തിൽ ഇറങ്ങുന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. പഴയ നിമിത്തുന്ന കോട്ടാണ്. ഇപ്പോഴെന്താ നമുക്കുള്ളത്? എന്നാൽ എന്തു പറയേണ്ടു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവവും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. 12 അതിൽ യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാണ്. അപ്പൊ എല്ലാവർക്കും പാപമോചനമുണ്ട്, അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇപ്പം നമ്മൾ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. പുത്രന്റെ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുപ്പ്. എന്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്? 2 മിനിറ്റ് കൂടെ. എന്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്? അതിക്രമങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. പാപങ്ങളുടെ മോചനം വരുത്തിയാൽ മാത്രമേ വീണ്ടെടുപ്പ് സാധ്യമാകുകയുള്ളൂ. പല പ്രാവശ്യം പറഞ്ഞതാണ്, പാപിയായ മനുഷ്യനെ ദൈവത്തിന് വീണ്ടെടുക്കാൻ കഴിയില്ല. മനുഷ്യന്റെ സ്വതവേയുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് എഫേസ്യ ലേഖനം 2:1-3 വരെയുള്ള വാക്യം പറയുന്നത്. എഫേസ്യ ലേഖനം 2:1-3 വരെയുള്ള വാക്യം. നമ്മുടെ സ്വതമേ ഉണ്ടായിരുന്ന അവസ്ഥ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണത്തിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് ഈ ലോകത്തിന്റെ കാലഗതിക്ക് പോയി, ആകാശത്തിന്റെ അധികാരത്തിന് പോയി, അതിന്റെയൊക്കെ അടിമത്തത്തിലായിരുന്നു. അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് പിശാചിനും അടിമകളായിരുന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. വെച്ചാൽ ദൈവത്തിന്റെ കോപത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവരായിരുന്നുള്ളൂ. നമ്മുടെ ശിക്ഷ എന്ന് പറയുന്ന ദൈവത്തിന്റെ കോപമായിരുന്നു, മരണമായിരുന്നു. അതിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം
അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 2:7 ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഒരു കാരണവുമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മുടെ പാപം മോചിച്ച് ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇതിനൊന്നും നമ്മളുടെ ഒരു പ്രവൃത്തികളുമല്ല, ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ മുൻ നിയമത്താലാണ്, ദൈവത്തിന്റെ സ്നേഹത്താലാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ രക്ഷയുടെ എല്ലാ കാര്യങ്ങളും എല്ലാം ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവം സൗജന്യമായി നമുക്ക് നൽകിയതാണ്. ആ പദ്ധതിയിൽ അല്ലെങ്കിൽ ആ രക്ഷയിൽ ഭാഗവാക്കാകുവാൻ നമ്മളെയും വിളിച്ചു. നാം ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിന്റെ കൃപയിൽ വന്നു. ദൈവത്തിനായി സ്തോത്രം, ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുവാൻ നമുക്കും ദൈവം കൃപ തോന്നിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. സകലും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാവുന്നു, അവനെന്നേക്കും മഹത്വം. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.